അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ഇഹപര വിജയം നേടി നാളെ സ്വർഗ്ഗലോകത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോടുകൂടി ഒത്തുകൂടുകയും ചെയ്യുക എന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും താല്പര്യം. എല്ലാ മുസ്ലിങ്ങളും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുന്ന് 23 കൊല്ലം കൊണ്ട് ദീൻ പരിചയപ്പെടുത്തി കൊടുത്തതും ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ദൗർഭാഗ്യവശാൽ മുസ്ലിം സമൂഹത്തിനിടയിൽ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും പറഞ്ഞു, ഞങ്ങളുടെ കൂടെ കൂടിയാലാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എന്ന്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ പേരിൽ ലോകത്ത് എത്ര സംഘടനകളുണ്ട്, എത്ര വിഭാഗങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും അവകാശപ്പെടുന്നത് ഞങ്ങളുടെ കൂടെ കൂടിയാലാണ് സ്വർഗത്തിലേക്ക് എത്തുക എന്നതാണ്. പല സംഘടനകളും അവരുടെ കൂടെ ചേരാത്ത മുസ്ലിങ്ങളെ മുഴുവനും കാഫറാക്കുകയും മുശിരിക്കാക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ ഉയരുന്ന ചോദ്യമാണ്, എങ്കിൽ ഏതാണ് ശരിയായ ദീനീ മാർഗം? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. ആദ്യകാലത്ത് ഖവാരിജികൾ എന്നൊരു വിഭാഗം പ്രത്യക്ഷപ്പെട്ടിരുന്നു. അലി റളിയല്ലാഹുവിനെതിരെ. അലി റളിയല്ലാഹു പറഞ്ഞ നിയമത്തെ അംഗീകരിക്കാതെ രംഗത്ത് വന്ന ആളുകളാണ്. അവർക്ക് നിസ്കാരവും നോമ്പും ഖുർആനോത്തും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ സ്വന്തമായി വിശുദ്ധ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്തപ്പോൾ അവർക്കെതിരെ മഹാന്മാരായ സ്വഹാബികൾ രംഗത്ത് വരികയും അവർ ഇസ്ലാമിലെ ഏറ്റവും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും ഷിറാറു ഹൽക്കില്ലയാണ്, ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പരിചയപ്പെടുത്തിയ യഥാർത്ഥ മാർഗത്തിൻ്റെ ആളുകളാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. പരിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് പറയുന്നുണ്ട്, യൗമ തബിയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. അന്ത്യനാളിൽ ഒരു വിഭാഗം ആളുകളുടെ മുഖം പ്രകാശിക്കുകയും മറുവിഭാഗത്തിന്റെ മുഖം കറുക്കുകയും ചെയ്യുമെന്ന്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുഖം വെളുക്കുമെന്ന് പറഞ്ഞവർ അവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, മുഖം കറുക്കുമെന്ന് പറഞ്ഞവർ അവരാണ് അഹ്ലുൽ ബിദ്അത്തി വൽ ദലാല. അപ്പോൾ പിന്നെ നമ്മൾ അടുത്തത് അന്വേഷിക്കേണ്ടത് സുന്നത്തു ജമാഅത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകത്ത് നമുക്കറിയാം, കൃത്യമായ പരമ്പരകളിലൂടെ അള്ളാഹുവിൻ്റെ ദീനിനെ കൈമാറ്റം ചെയ്യപ്പെടുകയും അത് നേരിട്ട് സ്വീകരിച്ച് അടുത്ത തലമുറകളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശരിയായ രീതിയാണ് നമ്മുടെ ദീനിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് നേരിട്ട് പകർന്നു കൊടുത്തു. സ്വഹാബികൾ തൊട്ടടുത്ത തലമുറകൾക്ക് നേരിട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഈ പാരമ്പര്യ 1400 കൊല്ലം വരെ ആ പരമ്പരയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ട് നിലനിന്നു. ഈ പരിശുദ്ധ ദീനിന്റെ ശരിയായ മാർഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് വിശുദ്ധമായ ഖുർആനിന്റെ നിയമങ്ങൾ, ആ ഖുർആനിനെയും പരിശുദ്ധമായ ഹദീസുകളെയും അതുപോലെ തന്നെ ഇജ്മാഅ്, ഖിയാസ് തുടങ്ങിയ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളിൽ നിന്ന് പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളെ നിർദ്ധാരണം ചെയ്തെടുത്ത ഗവേഷണ യോഗ്യരായ പണ്ഡിതന്മാരെ പിന്തുടരുക. ഇതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം. ഇതില്ലാതെ ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്രകാരം ഞാൻ ഖുർആനിൽ നോക്കി നിയമം പറയട്ടെ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടും. നോക്കൂ, ഖവാരിജികൾ എന്ന് പറയുന്ന വിഭാഗം, പുത്തൻവാദികൾ, അവർ ഞങ്ങൾ പറയുന്നതാണ് ശരി, അലി റളിയല്ലാഹു ഉൾപ്പെടെയുള്ള സ്വഹാബികൾ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവർ രംഗത്ത് വന്നപ്പോൾ അവർ ഓതിയതും പരിശുദ്ധ ഖുർആനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിക്കേണ്ട നബിതങ്ങൾക്ക് നുബുവത്ത് പോലും അലി റളിയല്ലാഹുവിനായിരുന്നു കിട്ടേണ്ടിയിരുന്നത് എന്ന് പറയുന്ന ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗമുണ്ട്. അവർ ഖുർആൻ ഓതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇവിടെ പുതിയ ഒരു പ്രവാചകനുണ്ട്, ഞാനാണ് ആ പ്രവാചകൻ എന്ന് ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ പ്രസ്താവന, അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ, അയാൾ ഓതിയത് ഖുർആനാണ്. നമ്മുടെ നാട്ടിലുണ്ടായൊരു മൗലവി, ചേകനൂർ മൗലവി എന്ന് പറയുന്ന ആള് വിശുദ്ധ ഖുർആൻ ഓതിയിട്ടാണ് അയാൾ പറഞ്ഞത് നിസ്കാരം 5 ഇല്ല 3 ഉള്ളൂ എന്ന്. നോക്കൂ, ഇങ്ങനെ എല്ലാ പിഴച്ച കക്ഷികളും അവരുടെ തെളിവായിട്ട് അവർ ഓതിയത് പരിശുദ്ധ ഖുർആനാണ്, ഹദീസുകൾ തന്നെയാണ്. പ്രശ്നം എവിടെയാണ്? അതിനെ അവർ മനസ്സിലാക്കുന്നതിലെ അപാകതകളാണ്. അവർ ദുർവ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം ഇസ്ലാമിനെ. അത് ഓരോ കാലഘട്ടം കഴിയും തോറും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് എത്ര കൊല്ലമായി? 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ? അപ്പോൾ ഇങ്ങനെ നൂറ്റാണ്ടുകൾ മാറി വരുന്നതിനനുസരിച്ച് ഈ നിയമങ്ങളിൽ കലർപ്പില്ലാതെ സൂക്ഷിക്കണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നൊരു മാതൃകയുണ്ട്, നിങ്ങൾ എൻ്റെ സുന്നത്തിനെയും എൻ്റെ സ്വഹാബത്തിനെയും മുറുകെ പിടിക്കണമെന്ന്. ആ സ്വഹാബത്തിന്റെ ചര്യയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രധാനമായും 3 ഭാഗങ്ങളാണ്. ഈമാൻ വിശ്വാസകാര്യങ്ങളാണ്, ഇസ്ലാം കർമ്മകാര്യങ്ങളാണ്, ഇഹ്സാൻ ആത്മീയ കാര്യങ്ങളാണ്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്ത വിഷയങ്ങളാണ്.
ഇതിനെക്കുറിച്ചാണ് ദീനിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ വിശ്വാസം ശരിയാവണം, കർമ്മങ്ങൾ നന്നാവണം, ആത്മീയമായ ജീവിതവും നന്നാവണം. ഇത് 3ഉം ശരിയാകുമ്പോഴാണ് ഇസ്ലാം സമ്പൂർണ്ണമാവുന്നത്. ഒരു കൂട്ടർ ഏതെങ്കിലും ഒന്നിനെ മാത്രം സ്വീകരിച്ചു, കർമ്മങ്ങളൊക്കെ ഓക്കെയാണ്, വിശ്വാസം ശരിയല്ല, അതുകൊണ്ട് കാര്യമില്ല. ആത്മീയമായി കുറെ ആനന്ദങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നിസ്കാരവും മറ്റു അമലുകളൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് കാര്യമില്ല. ഇത് 3ഉം ഉണ്ടാകണം. ഇത് 3നും കൃത്യമായി മാർഗരേഖകൾ വേണം. ആ മാർഗരേഖകൾ സമ്പൂർണ്ണമായി ക്രോഡീകരിക്കപ്പെട്ട വിഭാഗമാണ് നമ്മൾ. നോക്കൂ, ഒന്നാമതായി കർമ്മകാര്യങ്ങൾ അത് കൃത്യമായി നമുക്ക് പിഴവുകളില്ലാതെ നിർവഹിക്കാൻ കഴിയണം. അതൊരു മാർഗരേഖ വേണ്ടേ? ആ മാർഗരേഖയാണ് പരിശുദ്ധ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട മദ്ഹബുകൾ, 4 മദ്ഹബുകൾ. ആ 4 മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ക്രോഡീകരിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളാണ്, മറ്റു പ്രമാണങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ച നിയമങ്ങളാണ്. ഈ നിയമങ്ങളുടെ ആ മദ്ഹബുകൾ പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് ഒരാൾ ജീവിച്ചാൽ അയാൾക്ക് പിഴക്കൂല, അയാൾക്ക് അപകടങ്ങൾ സംഭവിക്കൂല, അബദ്ധങ്ങൾ പിണയൂല. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും അനുയായികളും അല്ലാത്ത ആളുകൾ മദ്ഹബിനെ അംഗീകരിക്കുന്നതിനെ എതിർക്കുന്നവരാണ്, നിരാകരിക്കുന്നവരാണ്. അതും അവർ മദ്ഹബ് നിഷേധികളായിരിക്കും. കേരളത്തിൽ തന്നെയുള്ള വഹാബി മുജാഹിദ് നേതാക്കന്മാരും മൗലവിമാരും അവരൊക്കെ ഒരു കാലത്ത് പറഞ്ഞതെന്താണ്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരും മുജ്തഹിദുകളാണ്, ഗവേഷണ യോഗ്യരാണ്. അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള നിയമങ്ങൾ പറയാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? എല്ലാവരും ഖുർആൻ ഓതിയിട്ട് ഓരോ നിയമങ്ങൾ. ഒരു കൂട്ടർ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് മുശ്രിക്കാകുമെന്ന് പറയുന്നു, വേറൊരു കൂട്ടർ മുശ്രിക്കല്ല എന്ന് പറയുന്നു. ഒരു കൂട്ടർ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കിന്റെ പരിധിയിൽ പെട്ടതല്ല എന്ന് പറയുന്നു, വേറൊരു കൂട്ടനാണെന്ന് പറയുന്നു. ഇങ്ങനെ തുടങ്ങി എത്രയെത്ര തൗഹീദിന്റെയും ഷിർക്കിന്റെയും പേരിൽ എത്രയെത്ര തർക്കങ്ങളാണ്, എത്രയെത്ര വിഭാഗങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നോക്കൂ, ആദ്യകാലത്ത് നബിദിനാഘോഷം നടത്തൽ വലിയ പുണ്യമാണ് എന്ന് പറഞ്ഞിരുന്ന മുജാഹിദുകൾ പിന്നീട് അത് പാടില്ല എന്ന് പറയാണ്. ഒരു കാലത്ത് തറാവീഹ് നമസ്കാരത്തിന്റെ 20 റക്അത്തുള്ള തറാവീഹിനെ എതിർത്തിരുന്ന ആളുകൾ 20 നിസ്കരിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളിടത്തേക്ക് എത്തുകയാണ്. ആദ്യകാലത്ത് സ്ത്രീകളെയൊക്കെ രംഗപ്രവേശനം നടത്തിയിരുന്ന മുജാഹിദ് മൗലവിമാർ ഇന്നവർ ഇതാ പറയുന്നു സ്ത്രീകളെ അങ്ങനെ കൂടുതലായിട്ട് പൊതുരംഗത്തേക്ക് ഇറക്കേണ്ടതില്ല എന്ന്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ ദീനിന്റെ കാര്യത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? പ്രമാണങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, മദ്ഹബുകളിൽ നിന്ന് അവർ ഒളിച്ചോടിയത് കൊണ്ടാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജംഇയ്യത്തുൽ ഉലമ പരിചയപ്പെടുത്തിയ മാർഗം എന്ന് പറഞ്ഞാൽ മദ്ഹബുകളെ പിന്തുടരണം. 4-ൽ 1 മദ്ഹബിന്റെ കൂടെ നിൽക്കുക എന്നതാണ് നമ്മുടെ കർമ്മങ്ങൾ ശരിയാകാനുള്ള ഏറ്റവും നല്ല വഴി. വിശ്വാസം ശരിയാകണം, അതിനൊരു മാർഗം വേണ്ടേ? ഓരോരുത്തർക്ക് തോന്നിയത് പറഞ്ഞാൽ ശരിയാകുമോ? അങ്ങനെ ഉണ്ടായുള്ള പ്രശ്നം എന്താണ്? അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും വിശ്വാസങ്ങളിൽ പിഴവുകൾ വരും. അപ്പൊ വിശ്വാസങ്ങളിൽ പിഴവുകൾ ഇല്ലാതിരിക്കാനാണ് അശ്അരി ത്വരീഖത്ത് അല്ലെങ്കിൽ മാതുരീദി ത്വരീഖത്ത്, ഈ 2 മാർഗങ്ങളെ നമ്മൾ പിന്തുടരണം എന്ന് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞത്. നമ്മൾ കേരളത്തിൽ അശ്അരികളാണ് സമസ്തയുടെ അനുയായികൾ. അപ്പൊ അശ്അരി ത്വരീഖത്തിനെ പിന്തുടരണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിശ്വാസത്തിലൊക്കെ പിഴവുകളില്ലാതെ വിശ്വസിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ പറയപ്പെട്ട ഈ ത്വരീഖുകളും ഈ വഴികളൊക്കെ. അപ്പൊ അതിൽ നമുക്ക് പാകപ്പിഴവുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ആ മനഹജിന്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് പലതും വിശ്വസിച്ചു പോകും. ഇപ്പൊ ഒരു കാലത്ത് കേരളത്തിലെ മുജാഹിദുകളൊക്കെ അള്ളാഹുവിന് തടിയില്ല, അള്ളാഹുവിന് കാലുകളൊന്നും ഇല്ല എന്നാണ് വിശ്വസിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്ന മുജാഹിദുകൾ പിൽക്കാലത്ത് അതിൽ മാറ്റം വരുന്നു. അള്ളാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ഊരയുണ്ട്, അള്ളാഹു ഇരിക്കുന്നവനാണ്. ഇങ്ങനെ മനുഷ്യരെ കുറിച്ച് പറയുന്ന പദാവലികളും പ്രയോഗങ്ങളും ഒക്കെ അതിന്റെ ബാഹ്യാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന രീതിയിലേക്ക് അവർ വന്നു. എന്തുകൊണ്ടാണ്? അഖീദയിൽ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ്, അഖീദപരമായിട്ടൊരു കൃത്യതയില്ലാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എത്ര തവണയാണ് കേരളത്തിലെ ബിദ്അകൾ എഴുതി വെച്ചത്? നബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ്, നബി തങ്ങൾക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയില്ല, സാധാരണ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന പ്രയോഗങ്ങൾ അവർ നടത്തി. എന്തുകൊണ്ടാണ്? അഖീദയെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ്. മൂന്നാമത്തെ കാര്യമാണ് ആത്മീയത. ആത്മീയത ശരിയാവാൻ ഒരു മാർഗരേഖ വേണം. ഏതാണ് മാർഗരേഖ? തസവ്വുഫാണ്. നമ്മളുടെ നിസ്കാരം, നമ്മളുടെ മറ്റു അമലുകൾ അത് ഇഖ്ലാസോടെ നിർവഹിക്കാൻ കഴിയണം. അതിനുള്ള മാർഗരേഖയാണ് തസവ്വുഫുകൾ, തുരീഖത്തുകൾ. എന്നാൽ ഈ മാർഗരേഖയെ പൂർണ്ണമായും നിരാകരിക്കുന്ന വിഭാഗമാണ് ഈ വഹാബികൾ. അവരെന്താ ചെയ്യുക? അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തുരീഖത്ത് എന്ന ഒന്നില്ല, അല്ലെങ്കിൽ തസവ്വുഫ് എന്ന് പറയുന്ന സംഗതി ഇല്ല എന്ന് പറഞ്ഞ് എല്ലാ ആത്മീയമായ കാര്യങ്ങളെയും എതിർക്കും. ലോകം അംഗീകരിച്ച ആത്മീയ ഗുരുവല്ലേ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു? ആ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ ശങ്കരാചാര്യരോടൊക്കെ ഉപമിക്കുന്ന വളരെ വൃത്തികെട്ട സമീപനങ്ങൾ അവർ സ്വീകരിക്കാൻ തുടങ്ങി. ആത്മീയമായ വഴികളെ അവർ നിരാകരിച്ചു. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 3 വഴികളും സമഗ്രമായി പിന്തുടരാനുള്ള മാർഗരേഖകൾ നമുക്കുണ്ട് എന്നതാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു പ്രത്യേകമായി ആദരിച്ച, ബഹുമാനിച്ച് അംഗീകരിച്ച അടിമകളാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ. അപ്പൊ അവർക്ക് അള്ളാഹു താല ചില പ്രത്യേക പദവികളും അംഗീകാരങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കില്ലാത്ത ചില കഴിവുകളും സൗകര്യങ്ങളും അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില കഴിവുകളും സൗകര്യങ്ങളൊക്കെ നൽകപ്പെട്ട ആളുകൾ എന്ന നിലക്ക് അവരെ അള്ളാഹുവിൽ നിന്നുള്ള സഹായങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള നസ്റും ഉപകാരങ്ങളും നമുക്കുണ്ടാകാൻ അവരെ നിമിത്തങ്ങളായിട്ട് സ്വീകരിക്കുക എന്നത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട രീതിയാണ്, മാർഗമാണ്. സ്വാലിഹീങ്ങളുടെ കൂടെ കൂടുക എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്. അപ്പോൾ ആ കൽപ്പനയെ തുടർന്നാണ് നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യുന്നത്. അത് ആ മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത പദവികളെയും മഹത്വത്തെയും നമ്മൾ പരിഗണിക്കലാണ്. അത് അള്ളാഹുവിനോടുള്ള ഒരു ഇബാദത്ത് കൂടിയാണ്.
അതുകൊണ്ടാണ് മഹാന ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് സിയാറത്ത് ചെയ്യുകയും അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യുകയായിരുന്നു പതിവ് എന്ന് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒക്കെ രേഖപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ ഖബർ സിയാറത്ത് ചെയ്യുക, മഹാന്മാരെ കൊണ്ട് തവസ്സുലാക്കി ദുആരക്കുക, ഇതൊക്കെ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ വന്നിട്ട് കണ്ണിന്റെ കാഴ്ചയൊന്ന് സുഖമായി കിട്ടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവിടെ നിന്ന് എന്താ പറഞ്ഞത്? ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഏതാണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയ്യിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ്. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു, ഇതാ യാ മുഹമ്മദ്, ഓ തിരുദൂതരെ അങ്ങയെക്കൊണ്ട്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് മുന്നിടുന്നത്? എന്തിനാണ്? നബി തങ്ങളാകുന്ന ആ സ്വലാഹിയത്തിന്റെ ആ ഉടമയെ കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിട്ടാൽ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നതാണ്. ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു ആത്മീയ വഴിയാണ്. ഇങ്ങനെയുള്ള വഴികളെയൊക്കെ നിരാകരിക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെ മുശ്രിക്കുകളും അവർ ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകളാണെന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ വലിയ വ്യാപകമായ രീതിയിൽ ഉറപ്പുൽപാദനവും നടത്തുന്ന ആളുകളാണ് നമ്മുടെ ലോകത്ത് ജീവിക്കുന്ന വിദയികളും പുത്തൻ വാദ പ്രസ്ഥാനക്കാരും. അപ്പൊ അത്തരക്കാരിൽ നിന്ന് പൂർണ്ണമായും അകലം പാലിക്കുകയും ശരിയായ മാർഗത്തിൽ ജീവിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ അനുയായികളായിട്ട് ജീവിച്ച് മരിക്കാനും നമുക്ക് സാധ്യമാകണം. നമുക്കറിയാം സംസ്ഥയുടെ ജംഇയ്യത്തുൽ ഉലമയുടെ എണ്ണമറ്റ ആലിമീങ്ങൾ അവരുടെ വഫാത്ത് കൊണ്ട് നമുക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഏതാണ് യഥാർത്ഥ വഴിയെന്ന്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ റഹ്മഹുല്ലാഹി പോലെയുള്ള മഹാന്മാർ അവസാനം കലിമ ചൊല്ലി ലോകത്തോട് വിട പറയുന്നതിന് എത്രയോ പേർ നേർ സാക്ഷികളായതാണ്. അപ്പൊ അങ്ങനെയുള്ള കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാനും ഭാഗ്യം ലഭിച്ച അനേകം ആളുകൾ അവരാണ് നമ്മളെ നയിച്ചത്. അവരുടെ മാർഗ്ഗം നമ്മൾ പിന്തുടരുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.